ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷം? സുഖമല്ലേ? ഇത് റിയാദിലെ എൻ്റെ ഡീമ ലൈഫാണ്. ഇത് ഞാൻ എൻ്റെ റിലേറ്റീവ്സിനെ കാണാൻ പോവുകയാണ്. അവിടെ രാവിലെ നീറ്റിട്ട് ഒരു 10 മണിയായപ്പോൾ നമ്മൾ പോയി. ഞാൻ മാറ്റിയൊക്കെ റെഡി ആയിട്ടാണ് പോയത്. കുറച്ച് നേരം അവിടെ എല്ലാവരും കൂടെ ഒന്ന് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ റെഡിയായി നിന്നതാണ്. എൻ്റെ കാക്കൻ്റെ കൂടെ കേട്ടോ പോയത്. അപ്പം എനിക്ക് അവിടെ നിന്നൊന്നും കുറേ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് തിരിച്ച് വന്ന് വേഗം ഡ്രസ്സ് മാറ്റിയിട്ട് നമ്മളിപ്പം ബൊളീവിയാഡിലേക്കാണ് പോണത്. അതിൻ്റെ മുന്നത്തെ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, ഫുള്ള് ഹറിബറിയായി. അപ്പം പോകാൻ നേരത്ത് ലീനുവിനെ ഞാൻ ഡ്രസ്സ് ചെയ്ത് മാറ്റി ഒരുക്കി ഉറക്കിയതാണ്. നമ്മൾ പോകുമ്പോൾ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ട് പോകാൻ വിചാരിച്ച് പാണ്ടയിൽ തൊട്ടടുത്തുള്ള പാണ്ടയിൽ നിർത്തി. അപ്പോഴൊക്കെ ലീനു നല്ല ഉറക്കമാണ് കേട്ടോ. ആൻഡ് റിയാദിലെ ബ്ലോക്ക് പിന്നെ പറയണ്ടല്ലോ, നമ്മൾ 1 മണിക്കൂർ മുന്നേ ഒരു സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഇറങ്ങണം. അത്യാവശ്യം നല്ല ബ്ലോക്കിലൊക്കെ നിന്നിട്ടായിരുന്നു നമ്മൾ ബൊളീവിയാഡിലെത്തിയത്. ആൻഡ് പിന്നെ നമ്മൾ കുറേ യാത്ര ചെയ്ത് നമ്മൾ നേരെ ബൊളീവിയാഡിലെത്തി. ഇത് എയർപോർട്ടാണ് കേട്ടോ, നേരത്തെ കാണിച്ചത് ബൊളീവിയാഡ് എയർപോർട്ട്. ഇതാണ് ബൊളീവിയാഡിൻ്റെ പാർക്കിംഗ്. നമുക്ക് കുറേ കറങ്ങിയതിൻ്റെ ശേഷമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ പാർക്കിംഗ് ഒക്കെ കിട്ടിയത്. അത് വീക്കെൻഡായിരുന്നു, അതുകൊണ്ട് തന്നെ കിട്ടാൻ ചാൻസ് കുറവാണ്. ആൻഡ് ദിസ് ഇസ് ബൊളീവിയാഡ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ബൊളീവിയാഡിക്ക് വരുന്നത്, അതുകൊണ്ട് നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായി. കാരണം ഞാൻ ഗ്ലോബൽ വില്ലേജ് പോയില്ല, അപ്പോൾ അതിൻ്റെ മിനി വേർഷൻ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എല്ലാ രാജ്യത്തിൻ്റെയും സ്റ്റാളുകളും ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ പാലത്തിൻ്റെ ഇടയിൽ കൂടെ വെള്ളം, ഇതിലൂടെ ബോട്ടിൽ ആൾക്കാരൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. നല്ല സത്യം പറഞ്ഞാൽ നല്ല രസമുള്ള സ്ഥലമായിരുന്നു. പക്ഷെ നല്ല തിരക്കും ഉണ്ടായിരുന്നു, നമുക്ക് എൻജോയ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിരുന്നു. ആൻഡ് ഇത് ആമസോൺ ഫോറസ്റ്റിൻ്റെ ഒരു മിനി വേർഷൻ. ഇവിടെ പുറത്ത് ഇങ്ങനെ കിളികളൊക്കെ വെച്ച്, നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കൊന്നും പോയിട്ടില്ല. സത്യം പറഞ്ഞാൽ എല്ലാതും പുറത്ത് നിന്ന് കണ്ടെന്നല്ലാണ്ട് എല്ലാ കൺട്രീൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റിയില്ല. ആൻഡ് ഇത് ചൈന മാർക്കറ്റാണ്. നല്ല രസമുള്ള സ്റ്റോളുകളാണ് ഇതിൻ്റെ ഉള്ളിൽ. നമ്മളങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റോളിലേക്ക് കയറിയിട്ടുള്ളൂ. ഈ ചൈന മാർക്കറ്റിൽ തന്നെ നല്ല രസമുള്ള ബ്രേസ്ലെറ്റും ഇതേപോലെ സെറാമിക് പോലെ തോന്നിക്കുന്ന പാത്രങ്ങൾ. ഇത് പക്ഷേ നിലത്ത് വീണ പൊട്ട് അങ്ങനെയൊന്നും ഇല്ലാത്ത അങ്ങനത്തെ പാത്രങ്ങളും കുറേ ആക്സസറീസ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളൊന്നും വാങ്ങിച്ചിട്ടില്ല. ഇതെനിക്ക് കാണാനും ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളാണ്, അതുകൊണ്ട് നമ്മൾ കണ്ടിങ്ങനെ നടന്നു. ആൻഡ് ഏറ്റവും മെയിൻ കാര്യം നടന്ന് കാണാമെന്നാണ്. നമുക്ക് എല്ലാ സ്റ്റോളുകളും മൊത്തത്തിൽ കവർ ചെയ്യാൻ സത്യം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റൂല, നല്ല ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ തിരക്കും കൂടിയാണെങ്കിൽ പറയണ്ട. അത് ഇറാനാണ് തോന്നുന്നുണ്ട്, ഇറാൻ്റെ ചായയാണ് അങ്ങനെ എന്തോ. ഇത് പിന്നെ മൊറോക്കോ. ഞങ്ങൾ എല്ലാത്തിൻ്റെയും പുറത്തുനിന്ന് ഇങ്ങനെ കണ്ട് നടന്നു പോകുന്നു, കാരണം ഉള്ളിലേക്ക് കയറിയാൽ നല്ലോണം ഡിലേ ആവുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ എല്ലാം കണ്ട്. അത് ഇപ്പോൾ കാണിക്കുന്നത് നമ്മളെ ഈ അഡ്വെഞ്ചറായിട്ടുള്ള റൈഡ്സൊക്കെ ഉള്ള ഏരിയ ആണ്. ആൻഡ് ഇത് ഒരു കഫേൻ്റെ ഒക്കെ മുന്നിൽ ഒരു വാട്ടർഫോൾ പോലെ നല്ല രസമുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. ആൻഡ് ഇതൊക്കെ ഏതാ സ്ഥലത്തിൻ്റെ ഏത് രാജ്യത്തിൻ്റെ ആണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇറ്റലിയാണോ അങ്ങനെ എന്തോ, സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. ആൻഡ് അവിടുത്തെ കൾച്ചറൽ ഡാൻസാണ്. ഡാൻസ് കുറച്ച് നേരം ഇരുന്ന് കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേഗം അടുത്ത സ്ഥലം കാണാൻ വേണ്ടി പോയി. നല്ല ഭംഗിയുള്ള ഡാൻസ് ആയിരുന്നു കേട്ടോ. അവർ നല്ല വൃത്തിക്ക് കളിച്ച് നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ കുറേ നേരം അത് കണ്ടിരുന്ന് നമുക്കിങ്ങനെ പോരാൻ തോന്നുന്നില്ല, നല്ല ഭംഗിയിൽ. പിന്നെ ലീനുവിന് ഇതൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു, ഇതെന്താ സാധനം എന്നൊക്കെ. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ വീണ്ടും നടന്ന് ഇത് തുർക്കിയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അത് കഴിഞ്ഞ് ഇതൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, നമ്മളിങ്ങനെ ശരിക്കും ഇത് ആസ്വദിച്ച് കണ്ട് നടക്കണം. ആൻഡ് ഇത് നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഈജിപ്തിലേക്കാണ്. ഈജിപ്തിലെ പിരമിഡൊക്കെ നല്ല വൃത്തിക്ക് സെറ്റ് ചെയ്തിട്ട് നല്ല ക്യൂട്ടുണ്ടായിരുന്നു കാണാൻ. ആൻഡ് പിന്നെ അത്യാവശ്യം ഈജിപ്തൊക്കെ എത്തിയപ്പോഴത്തേനും നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു, കാരണം അത്യാവശ്യം നടക്കാനുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് ഞാൻ മോളെ എടുത്തിട്ട് നടക്കണം, പിന്നെ എല്ലാവരും കൂടെ ഉണ്ടായതുകൊണ്ട് മോളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കൈ പിടിക്കാനൊക്കെ ആളുണ്ടായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു നമ്മളിങ്ങനെ നടന്ന് കാണാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇത് ജിറാഫിനെ അവിടെ പുറത്ത് വെച്ചപ്പോൾ അങ്ങനെ നോക്കിയതാണ്. പിന്നെ നമ്മൾ പാർക്കിലേക്കുള്ള ഇതിലേക്ക് കയറി. എനിക്ക് റൈഡിൽ കയറണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് മേലെ നിന്ന് ആർക്കെന്നൊക്കെ കണ്ടപ്പം ഒക്കെ പോയി.
വലിയ റോളർ കോസ്റ്ററൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അതിലൊക്കെ കയറണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ അതിൽ കയറിയൊരു സൗണ്ട് കേട്ടിട്ട് നമുക്ക് പോകാനുള്ള മൂടേ അങ്ങ് പോയി കിട്ടി. പിന്നെ എല്ലാതും ഇങ്ങനെ കണ്ട് നടന്ന് കുറച്ച് നേരം റോളർ കോസ്റ്ററിൽ പോകുന്നതൊക്കെ നോക്കിയിരുന്ന് അവരെല്ലാവരും കരയുന്നതൊക്കെ കണ്ട് ഇങ്ങനെ നോക്കിയിരുന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ നടക്കാൻ തുടങ്ങി. നടന്ന് നമ്മൾ ഊപ്പാടിളകാന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു. പിന്നെ ഈ സ്റ്റാളിലൊക്കെ നല്ല നല്ല ഭംഗിയുള്ള സാധനങ്ങളുണ്ട്. ഇത് കണ്ടോ, ശരിക്കും ഒറിജിനൽ ബേബീസിനെ പോലെ നല്ല ക്യൂട്ട് ബേബീസാണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മളിതൊക്കെ കണ്ടിട്ട് പിന്നെ ഇത് റോബോട്ട് ആൻഡ് ഇവിടെ ഈ ഐസ്ക്രീം, ഇത് ഏത് രാജ്യത്തിനാന്ന് എനിക്ക് ഓർമ്മയില്ല. ഈ ഐസ്ക്രീം കുറേ ഇവർ കൊടുക്കുന്ന ഇങ്ങനെ നോക്കിയിരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ LED വോളിൽ ഇതിൽ പല ടൈമിൽ പല പല പിക്ചേഴ്സ് വരുന്നുണ്ടായിരുന്നു. അതും കാണാൻ നല്ല രസമുണ്ട്. മൊത്തത്തിൽ ഒരു എന്താ പറയുക, ഈ വിൻഡോ ഷോപ്പിങ്ങും നടന്ന് കാണാൻ ഇഷ്ടമുള്ള ഒരു അടിപൊളി സംഭവമാണ് ഇത്. നമ്മൾ മേലെ ഈ സ്കൈയിലേക്ക് നോക്കുമ്പോൾ കാണുന്ന സാധനങ്ങൾ സ്ക്രീനാണ് കേട്ടോ. അതും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ശരിക്കും ഇത് നമ്മളവിടെ പോയി ഇതൊക്കെ വൺ ടൈം എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. സോ നമ്മളങ്ങനെ പുറത്തിറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അതുവരേക്കും ബൈ.